എറണാകുളം തൃക്കാക്കരയിലെ NCC ക്യാമ്പിൽ അതിക്രമിച്ചു കയറി സംഘർഷമുണ്ടാക്കിയതിൽ കേസ് 10 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. SFI ജില്ലാ കമ്മിറ്റി അംഗം ഭാഗ്യലക്ഷ്മിയാണ് ഈ കേസിൽ ഒന്നാം പ്രതി. NCC ക്യാമ്പിൽ നിന്ന് കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റതിന് പിന്നാലെയായിരുന്നു പ്രതിഷേധം. ഇന്നലെയുണ്ടായ തർക്കത്തിന്റെ ദൃശ്യങ്ങൾ ആദ്യം കാണാം. പാർട്ടിക്കാരത്തിയാന്നൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര മോശമായിട്ടാണ് അവർ ഞങ്ങളുടെ ആ ബെരക്കിലേക്ക് കയറി വന്ന് ഞങ്ങളുടെ ബെരക്കൊക്കെ നോക്കി. എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ആരെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ, ഞങ്ങൾ സാബുമാർക്ക് കിടന്നു കൊടുക്കുന്നുണ്ടോന്ന് ചോദിച്ചു. ഞങ്ങൾ എല്ലാവരും ഒരു NCC കേഡറ്റ് ആവുന്നതിന് ഭയങ്കര പ്രൗഡാണ്. അവൾ അങ്ങനെ വരെ ചോദിച്ചു. കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു പ്രകാശ് ചേരുന്നുണ്ട്. വിഷ്ണു, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. ഇപ്പോൾ അവിടെ അതിക്രമിച്ച് കയറിയതിന് SFI ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ കേസും എടുത്തിട്ടുണ്ട്. പുതിയ വിശദാംശങ്ങൾ എന്താണ്? രാജീവ്, ഇന്നലെ രാത്രി നടന്ന സംഭവത്തിലാണ് 10ഓളം പേർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാം പ്രതിയായിട്ടുള്ളത് SFIയുടെ തന്നെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ഭാഗ്യലക്ഷ്മിയാണ്. രണ്ടാം പ്രതി എന്ന് പറയുന്ന ആദർശും SFI പ്രവർത്തകരാണ്. പിന്നീടുള്ളത് മൂന്നാം പ്രതിയായി എടുത്തിരിക്കുന്നത് BJPയുടെ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ നഗരസഭാ കൗൺസിലായിട്ടുള്ള പ്രമോദ്. ഇവരെ 3 പേരുമാണ് 1, 2, 3 സ്ഥാനത്ത് വന്നിരിക്കുന്നത്. ബാക്കി 7 പേരെയും കണ്ടാൽ തിരിച്ചറിയാവുന്ന 7 പേർക്കെതിരെയാണ് ഈ കേസ് ഇപ്പോൾ തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇന്നലെ രാത്രി ഇവർ ഇത്തരത്തിൽ ഈ വിഷബാധ ഏറ്റു എന്നതിനെ തുടർന്ന് കോളേജ് ഗേറ്റിന് പുറത്ത് ആളുകൾ സംഘടിച്ചെത്തുകയും ഈ രക്ഷിതാക്കളും മറ്റും എത്തി കോളേജ് ഗേറ്റ് തുറക്കണം, ഇവർക്ക് കുട്ടികളുടെ വിവരം അറിയണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇത് മുതലെടുത്ത് ഇവർ ഉൾപ്പെടെയുള്ളവർ വന്ന് ഗേറ്റ് അതിക്രമിച്ച് കയറാനും കോളേജിനുള്ളിൽ അതിക്രമിച്ച് കയറാനും അതുപോലെ തന്നെ സംഘർഷ സാധ്യത ഉണ്ടാക്കാനും ശ്രമിച്ചു. അതുപോലെ ഈ ക്യാമ്പ് തകർക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണത്തിന്റെ പേരിലാണ് ഇപ്പോൾ ഇവർക്കെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുള്ളത്. ഏതായാലും ഇവരെ 3 പേരെയും പ്രതി ചേർത്തും ബാക്കി കണ്ടാൽ തിരിച്ചറിയുന്ന 7 പേർക്കും എതിരെയുമാണ് കേസെടുക്കുന്നത്. എന്നാൽ ഈ ഭക്ഷ്യവിഷബാധയുമായി ബന്ധപ്പെട്ട് അതിൽ യാതൊരുവിധ കേസും ഇപ്പോൾ പോലീസ് എടുത്തിട്ടില്ല. അതിൽ നമുക്ക് അറിയപ്പെടുന്നത് ഈ പോലീസിന് ലഭിക്കുന്ന വിവരപ്രകാരം, അതായത് കുട്ടികൾ ആരെങ്കിലും മൊഴി നൽകാൻ തയ്യാറായാൽ അതുപോലെ തന്നെ ഈ റിസൾട്ടുകളെല്ലാം വന്ന ശേഷം മാത്രമേ അതിലൊരു നടപടി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ മറ്റു കേസുകളാണ് ഇപ്പോൾ എടുത്തിട്ടിരിക്കുന്നത്. ഇതിൽ തന്നെ BNS നിയമപ്രകാരമാണ്. BNS നിയമപ്രകാരം പുതിയ 189, 191, 190 വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. അതോടൊപ്പം ഇപ്പോൾ ക്യാമ്പ് തുടർച്ചയായി തുടർന്നു പോകുന്ന ഒരു കാര്യവും പരിശോധിക്കുന്നുണ്ട്. ഈ റിസൾട്ട് വരുന്നതും അതുപോലെ തന്നെ ഭക്ഷ്യവിഷബാധയുണ്ടായി, അതിനെ തുടർന്ന് പ്രശ്നങ്ങളുണ്ടായി, രക്ഷിതാക്കൾ മണിക്കൂറുകളോളം അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടേക്ക് എന്തിനാണ് SFI നേതാക്കൾ എത്തുന്നത്? ഇന്നലെ ഈ കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഒരു ഭക്ഷ്യവിഷബാധ ഉണ്ടായപ്പോൾ പുറത്തിറങ്ങിയ കുട്ടികൾ ഇവർക്ക് NCC ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അക്രമം ഉണ്ടായി എന്നുള്ള തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ SFI നേതാക്കളടക്കം ഈ സംഭവ സ്ഥലത്തോട്ട് എത്തുകയും അവർ പരിശോധനയ്ക്കായി ഉള്ളിലോട്ട് കയറുന്നത്. പെൺകുട്ടികൾ അടക്കമുള്ളവരുടെ ഹോസ്റ്റലിൽ കയറിയുള്ള ഒരു പരിശോധനയായിരുന്നു. എന്നാൽ കയറുന്നതിൽ അവിടെ താമസിച്ചു വരുന്ന പെൺകുട്ടികൾ തന്നെ ഇവരെ എതിർത്തിരുന്നു. ആരാണ് ഇവർക്ക് കയറാനുള്ളത്, ഞങ്ങൾ ഇവിടെ ആരെയും അത്രയും മോശമായിട്ടുള്ള പ്രയോഗം വരെ നടത്തിയെന്നാണ് ഈ കുട്ടികൾ ഇവർക്കെതിരെ ആരോപിക്കുന്നത്. അതിന്റെ പിന്നാലെ ഇവർ പുറത്തിറങ്ങി പിന്നീട് അങ്ങനെയല്ല ചെയ്തത് എന്ന് വരുത്തി തീർക്കാൻ അങ്ങനെ പറയാൻ ശ്രമിച്ചുവെങ്കിലും അതൊന്നും കാര്യമായില്ല. എന്തായാലും ഈ SFI നേതാക്കൾ ഉള്ളിലോട്ട് കയറുകയും ഈ കുട്ടികളുടെ ഹോസ്റ്റൽ അടക്കം പരിശോധിക്കാൻ തയ്യാറാവുകയും ചെയ്തു എന്നുള്ളത് ഇന്നലെ വസ്തുതയാണ്. അത് ഈ കുട്ടികളടക്കം ക്യാമറയ്ക്ക് മുന്നിലും വന്ന് പറഞ്ഞ കാര്യമാണ്. ഇതിന് പിന്നാലെയാണ് ഇന്നലെ ഈ കാര്യത്തെക്കുറിച്ച് ഭാഗ്യലക്ഷ്മി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. നമുക്കതൊന്ന് കേട്ടിട്ട് ബാക്കി വാർത്തയിലേക്ക് തിരിച്ചു വരാം. ഇവര് തീർത്തും നമ്മളെ കേറ്റാത്തൊരവസ്ഥയായിരുന്നു. കേറ്റാൻ പറ്റില്ല, ഇത് NCCയുടെ ക്യാമ്പാണ്, ഇതിവിടെ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ. അവരും തീർത്തും ഇങ്ങോട്ടും കൗണ്ടർ ചെയ്തിട്ടുണ്ട്. സോ അവിടെ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞത് വനിതാ കേഡറ്റുകൾ. അപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായ പാരന്റ്സ് അവിടെ കയറി നോക്കണം. ഞാൻ എല്ലാവരെയും അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് അതിൻ്റെ അത് കയറിയത്. പക്ഷെ ഇതിപ്പോ വന്നു കഴിഞ്ഞപ്പോൾ വേറെ രീതിക്ക് ഇത് വ്യാഖ്യാനിച്ച്, അതായത് എന്നോട് വന്ന് ചോദിച്ചു ആയിക്കോട്ടെ, കാരണം ഞാൻ എന്താ പറഞ്ഞെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഞാനും ഒരു പെൺകുട്ടിയാണ്, ഇതേപോലെയുള്ള അനിയത്തിമാർ എനിക്കും ഉണ്ട്. തീർത്തും ഞാൻ തെറ്റായിട്ടുള്ള ഒരു സാധനം പറഞ്ഞിട്ടില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. വിഷ്ണു, ഇന്നലെ അവിടെ ഉണ്ടായത്, അവിടെ ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും രക്ഷകർത്താക്കൾക്കടക്കം ഈ കാര്യത്തിൽ ഒരു ആശങ്കയുണ്ടാകും. അവർ ചോദിക്കാൻ വേണ്ടി വരുന്നു. പക്ഷേ ഒരുപക്ഷെ NCCയുടെ ഭാഗത്തുനിന്ന്, ക്യാമ്പ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇവരെ ഉള്ളിലേക്ക് കടത്താനുള്ള അനുവാദം നൽകിയിട്ടുണ്ടാവില്ല. ഈ സമയത്ത് ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടി SFI പ്രവർത്തകർ വന്ന് ഇടപെട്ടതാണോ, അതോ SFI പ്രവർത്തകർ അവിടെ അനാവശ്യമായ ഒരു പ്രശ്നം ഉണ്ടാക്കിയതാണോ?
തീർച്ചയായും നമുക്ക് അറിയാൻ സാധിച്ചത് ഇന്നലെ രാത്രി ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ രക്ഷകർത്താക്കൾ ആയിട്ടുള്ളവർ അടക്കം എല്ലാവരും പുറത്ത് തടിച്ചുകൂടിയിരുന്നു. ആരെയും പുറത്തു നിന്നുള്ള ആരെയും ഇവർക്ക് പ്രത്യേക അനുമതി വേണം. നമുക്കറിയാം ഒരു ക്യാമ്പ് നടക്കുമ്പോൾ അവിടെ എൻ്റെ സമ്പൂർണ്ണ സുരക്ഷാ ചുമതല ഉൾപ്പെടെ NCC കേഡറ്റുമാർക്കും അതുപോലെ NCCയുമായി ബന്ധപ്പെട്ട ആളുകൾക്കുമായിരിക്കും. അപ്പോൾ അത് പ്രകാരം ഈ കോളേജ് ഗേറ്റിന് വെളിയിൽ NCCയുടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ പുറത്തു വന്ന് ബഹളം വെച്ചപ്പോൾ ഇവരെ ഉള്ളിലോട്ട് കയറ്റിവിടാൻ ആരും സമ്മതിച്ചില്ല. ഇവിടെ നിന്നാണ് പല ആളുകളും രാത്രി വാർത്തകൾ അടക്കം അറിഞ്ഞുകൊണ്ട് ആ പ്രദേശത്ത് നിന്നുള്ള ആളുകളും എല്ലാവരും ധാരാളമായി അവിടേക്ക് എത്തിയിരുന്നു. അപ്പോൾ ഇവർ മനഃപൂർവ്വം വന്ന് ഞങ്ങൾക്ക് അതിന്റെ ഉള്ളിലോട്ട് കയറണം, അവിടെ ഉള്ള സംഭവങ്ങൾ അറിയണം. ഈ കുട്ടികളുടെ കൂടി ഒരു പ്രതികരണം വന്നതോടെയാണ് ഈ SFIയുടെ നേതാക്കൾ അടക്കമുള്ളവർ വന്ന് ഇവർ ഉള്ളിലോട്ട് കയറാൻ ശ്രമിച്ചത്. ഈ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഈ SFIയുടെ നേതാവാണ് ഇതിലിട്ട് മുഖ്യമായും ഇതിന്റെ മുന്നിൽ തന്നെ നിന്ന് ഈ ഒരു സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്താൻ അല്ലെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് അറിയാൻ മനസ്സിലാക്കാൻ ഞങ്ങളെ അനുവദിക്കണമെന്നുള്ള കാര്യം പറഞ്ഞത്. അപ്പോൾ വനിതാ ഹോസ്റ്റലിന്റെ ഉള്ളിലോട്ട് കയറാൻ മറ്റു പുരുഷന്മാരടക്കമുള്ളവർ തയ്യാറായി ഒന്നിച്ച് കയറാൻ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ കുട്ടികൾ തടയുകയായിരുന്നു. ഇത് വനിത, ഞങ്ങൾ പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഒരു ഹോസ്റ്റലാണ്, ഇവിടേക്ക് മറ്റുള്ളവർ ആരും വരേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഒരു വനിതയാണെന്ന് പറഞ്ഞായിരുന്നു ഇവർ ഉള്ളിലോട്ട് കയറാൻ തയ്യാറായത്. എന്നാൽ അതും കുട്ടികൾ വിലക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഇവർ തമ്മിൽ അങ്ങോട്ടും വാക്കേറ്റം ഉണ്ടായതും. ഈ കുട്ടികൾ പറയുന്നത് പോലെ ഇത്തരത്തിൽ കുട്ടികളാണ് പറയുന്നത് ഈ വനിതാ പ്രതിനിധി, അതായത് ഭാഗ്യലക്ഷ്മി ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ അവിടെ ആരെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള മോശമായിട്ടുള്ള തരത്തിലുള്ള ഒരു സംസാരം ഉണ്ടായി എന്ന് പറയുന്നത് ഈ കുട്ടികൾ തന്നെ പറയുന്ന കാര്യമാണ്. അപ്പോൾ അതിന് പിന്നാലെയാണ് ഈ വലിയ സംഘർഷം. ഈ കുട്ടികളും ഇതിന്റെ എതിർപ്പ് പ്രകടിപ്പിച്ചു. അതോടെ തന്നെ NCC ഒഫീഷ്യൽസിനെ മറികടന്ന് ഉള്ളിൽ കയറാനും ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ്. ഏതായാലും ഇപ്പോൾ ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ ഭാഗ്യലക്ഷ്മി അടക്കമുള്ള 2 SFIക്കാരും ഒരു BJP കൗൺസിലറും അടക്കം 10 പേർക്കെതിരെയാണ് കേസെടുത്തിരുന്നത്. ഇതിൽ 7 പേരെ കണ്ടാൽ തിരിച്ചറിയാവുന്ന 7 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്.